ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്ററായിട്ടുള്ള നത്തിങ് ട്വൈസ് എന്ന് പറയുന്ന ഒരു പോയമാണ്. ഈ പോയം എഴുതിയിരിക്കുന്നത് വിസ്ലോവ സിംബോസ്ക. പോയറ്റിൻ്റെ ഫുൾ നെയിം മരിയ വിസ്ലോവ അന്ന സിംബോസ്ക. വളരെ ഫേമസ് ആയിട്ടുള്ള റിനൗൺഡ് ആയിട്ടുള്ള ഒരു പോളിഷ് പോയറ്റും എസ്സേയിസ്റ്റുമാണ് വിസ്ലോവ സിംബോസ്ക. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. നത്തിങ് ട്വൈസ് എന്നാണ് പോയത്തിൻ്റെ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ പോയത്തിൻ്റെ തീമും അതുതന്നെയാണ്. നത്തിങ് ട്വൈസ്, ഒന്നും രണ്ടു വട്ടം സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾക്കും സെക്കൻഡ് ചാൻസ് ഉണ്ടാവുന്നതല്ല. നമ്മളിപ്പോൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്താലും അതെല്ലാം വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ഓരോ സെക്കൻഡിൽ നടക്കുന്നത്. ഇന്ന് നടന്ന പോലെ ആയിരിക്കില്ല ആ കാര്യങ്ങൾ നാളെ. അതുകൊണ്ട് തന്നെ ലൈഫിൽ നമുക്ക് ഒരു കാര്യത്തിനും സെക്കൻഡ് ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്റ്റാൻസ എങ്ങനെയാണ്? നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. ഇൻ കോൺസിക്വൻസ് ദ സോറി ഫാക്ട് ഈസ് ദാറ്റ് വി അറൈവ് ഹിയർ ഇംപ്രവൈസ്ഡ് ആൻഡ് ലീവ് വിത്തൗട്ട് ദി ചാൻസ് ടു പ്രാക്ടീസ്. പോയത്തിൻ്റെ ഹെഡിങ് പോലെ തന്നെ പോയത്തിൻ്റെ ആദ്യത്തെ ലൈനും ഈ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്, ഒന്നും രണ്ടാമത് സംഭവിക്കുന്നില്ല. നമ്മൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ എടുത്താലും എല്ലാം സംഭവിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ, വീക്കിലി ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ, എല്ലാം ഒരു ഡിഫറെൻറ്റ് വേയിലാണ് സംഭവിക്കുന്നത്. ഒരുപോലെ ഒരു കാര്യങ്ങൾ രണ്ടു വട്ടം സംഭവിക്കില്ല. അതാണ് നമ്മുടെ പോയറ്റും പറയുന്നത്. ജീവിതത്തിൽ എല്ലാത്തിനും ഒരു ചാൻസേ ഉണ്ടാകൂ, ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടാവില്ല. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്, ഒന്നും രണ്ടാമത് സംഭവിക്കുന്നില്ല. ഇൻ കോൺസിക്വൻസ് ദ സോറി ഫാക്ട് ഈസ് ദാറ്റ് വി അറൈവ് ഹിയർ ഇംപ്രവൈസ്ഡ്. അതായത് നമ്മുടെ ലൈഫിൽ നമുക്കൊരു റിഹേഴ്സലോ അല്ലെങ്കിൽ പ്രാക്ടീസോ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു ആർട്ട് ഫോമൊക്കെ നമ്മൾ റിഹേഴ്സൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എവിടെയെങ്കിലും പെർഫോം ചെയ്യുന്ന പോലെ അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല ജീവിതത്തിലെ ഒരു കാര്യങ്ങളും. കാരണം നമുക്കൊരു റിഹേഴ്സലിനോ പ്രാക്ടീസിനോ ഉള്ള സമയമോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ ജീവിതത്തിലില്ല. കാരണം എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു റിഹേഴ്സൽ എടുത്തോ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് എടുത്തോ നമുക്കത് മെച്ചപ്പെട്ടതാക്കാനായി സാധിക്കില്ല.